രഘു 8 മൃതദേഹങ്ങൾ അവിടെ നിന്ന് മേപ്പാടിയിൽ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നേരത്തെ അത് 30-നടുത്ത് നമ്മൾ പറഞ്ഞിരുന്നു. ഈ ശരീരഭാഗങ്ങളുണ്ട്, കൈയും കാലും, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ വളരെ ഹൃദയഭേദകമാണ് അതൊക്കെ പറയുന്നത്. ഈ ശരീരഭാഗങ്ങൾ സംബന്ധിച്ച് അത് എങ്ങനെ സംസ്കരിക്കും അല്ലെങ്കിൽ എങ്ങനെ മറവ് ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ ഇനിയും അതിലൊരു വ്യക്തത വരേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അതുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ രഘു. ആര്യ 29 കുഴിയെടുക്കാനാണ് ജില്ലാ ഭരണകൂടം ഇവിടുത്തെ റവന്യൂ ഉദ്യോഗസ്ഥരെയും സന്നദ്ധ പ്രവർത്തകരെയും അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ 30 കുഴി ഇവിടെ എടുത്തിരുന്നു. മറ്റു ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയിരുന്നു. അല്പസമയം മുമ്പാണ് ഇവിടെ ഉദ്യോഗസ്ഥരെ വിളിച്ചറിയിച്ചത് 8 കുഴികൾ കൂടി എടുക്കണമെന്ന്. എന്തിനാണ് നിലവിൽ തന്നെ 38 കുഴികളായി 8 മൃതദേഹങ്ങൾ മാത്രമാണ് വിട്ടു നൽകുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയധികം കുഴിയെടുക്കുന്നതെന്നുള്ള കാര്യത്തിൽ ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്കോ സന്നദ്ധ പ്രവർത്തകർക്കോ പോലീസ് ഉദ്യോഗസ്ഥർക്കോ കാര്യമായ വിവരമൊന്നുമില്ല. കാരണം ഏകദേശം 30-നടുത്ത് മൃതദേഹങ്ങളും മറ്റ് 60 പേരുടെയോളം ശരീരാവശിഷ്ടങ്ങളും ഉണ്ടെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം, അല്ലെങ്കിൽ നമ്മുടെ അനുമാനം അങ്ങനെയാണ്. ഈ 30 മൃതദേഹങ്ങൾ തന്നെ അത് ആളെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ മുഖം വികൃതമായതും ബന്ധുക്കളൊക്കെ പലതവണ പരിശോധിച്ചും തിരിച്ചറിയാൻ സാധിക്കാത്തതുമായ മൃതദേഹങ്ങളാണ്. പക്ഷെ അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. അങ്ങനെ ഇല്ലാത്തതാണ് കൂടുതലും. ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് കൂടുതലുള്ളത്. അതിന്റെയൊക്കെ DNA പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ആ പരിശോധനാ ഫലമൊക്കെ ലഭിക്കാൻ കുറച്ചധികം കാലതാമസം ഉണ്ടാകും. അത്രയും നാൾ ഈ ദുരന്തത്തിൽപ്പെട്ട മൃതദേഹങ്ങൾ മോർച്ചറിയിലാണെങ്കിൽ പോലും സൂക്ഷിക്കുക എന്നുള്ളത് ശ്രമകരമായ ജോലിയാണ് എന്ന് മാത്രവുമല്ല മൃതദേഹം മോശമാകാനുള്ള സാധ്യത കൂടുതലാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ മേപ്പാടി പഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേരുകയും ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തത്ര മൃതദേഹങ്ങൾ ഒന്നിച്ച് ഒരു സ്ഥലത്തേക്ക് അടക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയും ചെയ്തത്. പക്ഷേ പൊതുശ്മശാനം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഹാരിസൺ മലയാളത്തെ സമീപിക്കുകയും മുൻപ് പുത്തുമല ദുരന്തത്തിൽ കൃഷിയൊക്കെ നഷ്ടമായ, വീടൊക്കെ നഷ്ടമായ സ്ഥലം ഒരു പൊതു ഇടമാക്കിക്കൊണ്ട് അവിടെ ഇവരെ സംസ്കരിക്കാൻ വേണ്ടി, തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വേണ്ടി ഉള്ള തീരുമാനത്തിലേക്ക് എത്തിയ. കാരണം ഇവിടെ നിന്ന് മെയിൻ റോഡിലേക്ക് അധികം ദൂരമില്ല. ആളുകൾക്ക് വേഗത്തിൽ, അതായത് ഓർമ്മ പുതുക്കാനും മറ്റും അവരുടെ വേണ്ടപ്പെട്ടവർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തേക്ക് വേഗത്തിൽ എത്താൻ വേണ്ടി കഴിയും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുത്തുമലയിൽ മുൻപ് ദുരന്ത ബാധിതയായ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ മൃതദേഹങ്ങൾ കൂട്ടത്തോടെ സംസ്കരിക്കാൻ വേണ്ടിയുള്ളൊരു തീരുമാനത്തിലെത്തിയത്. ഉച്ചയോടുകൂടിയാണ് ഇതിന്റെ ഉത്തരവ് ലഭിച്ചത്. സ്വകാര്യ ഭൂമി, തോട്ടം ഭൂമിയൊക്കെ ആയതുകൊണ്ട് അതിന്റെയുള്ള നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇതിന്റെ ഒരു കൈവശാവകാശം പഞ്ചായത്തിന് ലഭിക്കേണ്ടതുണ്ട്. കാരണം സ്വകാര്യ ഭൂമിയിൽ അത്തരത്തിൽ കയറി ഒരു മൃതദേഹം സംസ്കരിച്ചാൽ പിന്നീട് ആളുകൾക്കൊക്കെ അവിടെ അവരുടെ ഓർമ്മ പുതുക്കാൻ വേണ്ടി എത്തുക എന്നുള്ളത് ഏറെ ശ്രമകരമാണ്, ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നടപടിക്രമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് തന്നെ ഇതിന്റെ ഉടമസ്ഥാവകാശം പഞ്ചായത്തിലേക്ക് ഭാവിയിൽ വരുന്ന രീതിയിൽ ഭൂമി ഏറ്റെടുത്തുകൊണ്ട്, ഹാരിസൺ മലയാളത്തിന്റെ അനുമതിയോടുകൂടി ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ സംസ്കരിക്കാനുള്ള, കൂട്ടത്തോടെ സംസ്കരിക്കാനുള്ള ജോലികൾ ആരംഭിക്കും. പക്ഷെ അപ്പോഴും നമ്മൾ ഒരാളോട് സംസാരിച്ചാൽ, അല്ലെങ്കിൽ ഈ ദുരന്തത്തിൽപ്പെട്ട ഒരാളോട് സംസാരിച്ചാൽ അയാൾക്ക് പറയാനുള്ളത് മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ കഥ മാത്രമല്ല, മണ്ണിനടിയിൽ ഇപ്പോഴും ഉണ്ട് എന്ന് അവർ പ്രതീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കഥ കൂടി, അവരുടെ പ്രതീക്ഷ കൂടി എല്ലാവർക്കും പങ്കുവെക്കാനുണ്ട്. കാരണം ഈ മണ്ണിനടിയിൽ അവരുടെ സുഹൃത്തുണ്ട്, കൂട്ടുകാരുണ്ട്, ബന്ധുക്കളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. അങ്ങനെ ആളുകൾ ധാരാളം ആ മണ്ണിനടിയിൽ ഇപ്പോഴും അവശേഷിക്കുന്നു. അവർ പ്രതീക്ഷിക്കുന്നത് എപ്പോഴെങ്കിലും അവർ തിരിച്ചു വരുമെന്നാണ്. അങ്ങനെ അവരുടെ പ്രതീക്ഷ അവസാനിക്കണമെങ്കിൽ ഒരു മൃതദേഹം കിട്ടേണ്ടതുണ്ട്, പ്രിയപ്പെട്ടവരുടെ മൃതദേഹം കിട്ടേണ്ടതുണ്ട്. അല്ലെങ്കിൽ അവർ പ്രിയപ്പെട്ടവരിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റുന്ന മൃതദേഹത്തിന്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങളെങ്കിലും കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോഴും ആളുകളെ പ്രതീക്ഷിച്ചിരിക്കുന്ന മനുഷ്യർ ഒരു മൃതദേഹം കണ്ടിട്ടു എന്ന് അറിയുമ്പോൾ, അവരുടെ പ്രിയപ്പെട്ടവരല്ല എന്ന് മനസ്സിൽ കരുതുമ്പോൾ തന്നെ ആ മൃതദേഹം തിരിച്ചറിയാൻ വേണ്ടി അവർ ഓടുന്നത്. കാരണം ഒരു മരണം സംഭവിച്ചു എന്ന് നമുക്ക് ഒരു മാനസികമായി ഒരു ഉറപ്പ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആ മൃതദേഹം നമ്മൾ കാണണം. നമ്മളുടെ അറിവിലോ അല്ലെങ്കിൽ നമ്മളുടെ സാന്നിധ്യത്തിലോ ആ മൃതദേഹം സംസ്കരിച്ചാൽ മാത്രമേ ആ ആൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിനുണ്ടാവുകയുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു നേരത്തെ രഘു തന്നെ പറഞ്ഞല്ലോ, ജില്ലാ ഭരണകൂടം പറഞ്ഞൊരു കണക്ക്, അതിൽ കൂടുതൽ കുഴികൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് പുതിയ 8 കുഴികൾ കൂടി കുഴിക്കാനുള്ള ഒരു നിർദ്ദേശം വരുന്നു. ഇതിപ്പം കമൽ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, മേപ്പാടിയിൽ ഇന്ന് 6ാം ദിവസമാണ്. അപ്പൊ 6ാം ദിവസം ഒരു മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ് അല്പസമയം മുൻപ് അവിടെ നിന്ന് കൊണ്ടുപോയി. പക്ഷെ ഇനിയും പ്രതീക്ഷയുണ്ട്, ഇനിയും തിരിച്ചറിയാൻ കഴിയും എന്നൊരു വിലയിരുത്തലുണ്ടോ ഈ ഘട്ടത്തിൽ? അതെ ആര്യ, കാരണം ഈ ആളുകൾക്കൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ മൃതദേഹം വീണ്ടെടുക്കുക അല്ലെങ്കിൽ അവസാനമായി ഇതിന് അന്ത്യോപചാരം അർപ്പിക്കുക എന്നുള്ളത്
ആളുകളുടെയൊക്കെ ഒരു അവകാശമാണ്, അവരുടെ ഒരു മാനസിക ഒരു ഉറപ്പിനു കൂടി വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹങ്ങൾ ഏതെങ്കിലും രീതിയിൽ തിരിച്ചറിയാൻ കഴിയുന്ന മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കുകയും ഒരു രീതിയിലും തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ, കാരണം പലതവണ ഇവർ കാണുന്നു, കാരണം ഈ ബന്ധുക്കളൊക്കെ എന്ന് പറയുമ്പോൾ ഈ നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ കുറച്ചധികം നാളുകളായി നമ്മളുടെ ബന്ധുക്കളെ കണ്ടിട്ടുണ്ടാവില്ല, ഫോണിലൂടെ ആയിരിക്കും കണ്ടത്, അല്ലെങ്കിൽ നമുക്ക് പഴയ ഓർമ്മയെ ആയിരിക്കാം. അങ്ങനെ അവരെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒരു പക്ഷേ അവർക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അതുകൊണ്ടുകൂടിയാണ് ഈ നിരന്തരം ആളുകൾ ഈ മൃതദേഹങ്ങൾ മോസ്റ്ററിയിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ആളുകളെ കാണിക്കുകയും ഏതെങ്കിലും രീതിയിൽ ഇത് തിരിച്ചറിയുകയും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ശ്രമകരമായ ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും പല മൃതദേഹങ്ങളും, അതായത് ഈ 29 മൃതദേഹങ്ങളിൽ പലതിൻ്റെയും മുഖം വികൃതമാണ്, ശരീരം വികൃതമാണ്, പക്ഷെ തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നില്ല. അത് മോർച്ചറിയിലാണെങ്കിൽ പോലും സൂക്ഷിക്കുക എന്നുള്ളത് ശ്രമകരമായ ജോലിയാണ്. അതുകൊണ്ട് യാതൊരു വിധമായ പ്രയോജനം ആർക്കുമില്ലതാണ്. പിന്നീട് അവസാനമായിട്ടുള്ളത് DNA പരിശോധനയാണ്. പക്ഷേ DNA പരിശോധനാ ഫലം ലഭിക്കാൻ ഏറെ കാത്തിരിക്കേണ്ടി വരും. കോളിളക്കമായ പല കേസുകളുടെയും DNA പരിശോധനാ ഫലം മാസം പലത് കഴിഞ്ഞിട്ടും ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയും DNA പരിശോധനാ ഫലം ലഭിക്കുക എന്നുള്ളതിന് വേണ്ടി മാസങ്ങളൊക്കെ കാത്തിരിക്കേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് സർവകക്ഷി യോഗം ചേരുകയും മൃതദേഹം കൂട്ടത്തോടു കൂടി സംസ്കരിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. പക്ഷേ അപ്പോഴും നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ദുരന്തത്തിൽ മരിച്ചവരാണ്, പല ആളുകളെയും കാണാനില്ല എന്ന് ബന്ധുക്കൾ ഇപ്പോഴും ദുഃഖം പറയുന്ന അവസ്ഥയാണ്. അപ്പോൾ ആ മരിച്ചവർ അല്ലെങ്കിൽ ഒരിക്കലും അവരെ തിരിച്ചറിയാൻ വേണ്ടി കഴിയില്ല എന്നുള്ളൊരു കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ടുകൂടിയാകാം ഒരു പക്ഷേ 8 എന്നുള്ള നമ്പറിലേക്ക് ഇപ്പോൾ മൃതദേഹം അടക്കുന്നത് ചുരുങ്ങിയത്. പക്ഷേ അപ്പോഴും 29 കുഴികൾ എടുക്കാനാണ് പറഞ്ഞത്. ഒരെണ്ണം കൂടി അഡീഷണൽ എടുത്തിരുന്നു, 30 എണ്ണം. കാരണം ഈ ശരീരാവശിഷ്ടങ്ങളൊക്കെ ഒരുപക്ഷെ ഒന്നിച്ച് കുഴിച്ചിട്ടേക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് 30 എണ്ണം എടുത്തത്. അത് പൂർത്തിയായപ്പോഴാണ് 8 മൃതദേഹങ്ങളെ ഇന്ന് സംസ്കരിക്കുന്നുള്ളൂ എന്നറിയുന്നത്. പക്ഷേ അപ്പോഴും 8 കുഴി കൂടി എടുക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കുഴികൾ എടുക്കുന്ന ജോലികളാണ് ഇപ്പോൾ ഇവിടെ ഈ പുത്തുമലയിൽ മുൻപ് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, രഘുനാഥ് നാരായണനാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ആദ്യം 28, പിന്നീട് അത് 30ആയി. ഇപ്പോൾ പുതിയതായി 8 കുഴികൾ കൂടി എടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും മേപ്പാടിയിൽ നിന്ന് ഇതുവരെ ഒരു ആംബുലൻസും അവിടെ പുത്തുമലയിലേക്ക് പുറപ്പെട്ടിട്ടില്ല. അല്പസമയത്തിനകം പുറപ്പെടും എന്നാണ് കമൽ അറിയിച്ചിരിക്കുന്നത്.